ബംഗ്ലാദേശ് ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ഡ്രോണുകളും ആളില്ലാത്ത വിമാനങ്ങളും വിന്യസിച്ചതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ബംഗ്ലാദേശും പശ്ചിമ ബംഗാളുമായി അതിർത്തി പങ്കിടുന്ന അതിർത്തിയിലാണ് ഈ ഡ്രോണുകളും ആളില്ലാത്ത വിമാനങ്ങളും ഇപ്പോൾ വിന്യസിച്ചതായുള്ള വാർത്ത വരുന്നത്. ബംഗ്ലാദേശിൻ്റെ 67ാം ഡിവിഷൻ സൈന്യമാണ് ഇത് വിന്യസിച്ചത്. തുർക്കിയിൽ നിർമ്മിച്ച നൂതന സാങ്കേതിക വിദ്യകളുള്ള ഡ്രോണാണ് വിന്യസിച്ചിരിക്കുന്നത്. 2 ആളില്ലാ വിമാനങ്ങളും വിന്യസിച്ചതായിട്ട് പറയപ്പെടുന്നു. ഇന്ത്യ ഇതിനെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു ഏരിയയാണ്. അവിടെ ഈ ആധുനികമായ ആയുധങ്ങളും ഡ്രോണുകളും മറ്റും വിന്യസിക്കുന്നതിനെ ഇന്ത്യ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഷേഖ് ഹസീനയുടെ കാലത്ത് അടിച്ചമർത്തപ്പെട്ടവരും ജയിലിലാക്കപ്പെട്ടവരുമായിട്ടുള്ള ഭീകരവാദികളെല്ലാം തന്നെ ജയിൽ തുറന്നു വിടുകയോ ജയിൽ ചാടുകയോ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് തമ്പടിക്കുന്ന വാർത്തയും ഇതിനോട് ചേർന്ന് വരുന്നുണ്ട്. ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത്, ഞങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്, സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്, ബംഗ്ലാദേശിൻ്റെ ഏത് നീക്കങ്ങളും പരിശോധിക്കുന്നുണ്ട്. 2 തരത്തിലാണ്. ഒന്ന്, ബംഗ്ലാദേശ് പറയുന്നത് ഈ അതിർത്തിയിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്ന ഡ്രോണുകളും ആളില്ലാ വിമാനങ്ങളുമൊക്കെ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. ഏത് തരം പ്രതിരോധമാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഈ ബംഗ്ലാദേശിലുള്ള ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാതിരിക്കാൻ ചെയ്യുന്നതാണോ, അതോ ഇന്ത്യ നാളെ ഒരു തിരിച്ചടി നൽകിക്കഴിഞ്ഞാൽ തടയാനുള്ളതാണോ എന്നറിയില്ല. ഏതായാലും ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത, ബംഗ്ലാദേശ് അവരുടെ അതിർത്തിയിൽ പശ്ചിമ ബംഗാളുമായി ചേരുന്ന ഭാഗത്ത് ഡ്രോണുകളും ആളില്ലാ വിമാനങ്ങളും വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ അതിർത്തിയിൽ സ്വാഭാവികമായി വൻ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ മാസങ്ങൾക്ക് മുമ്പേ ഏർപ്പെടുത്തിയിരുന്നു. BSFന്റെ കൂടുതൽ ബറ്റാലിയനുകളെ അതിർത്തിയിൽ ഒരു 6 മാസം മുമ്പേ വിന്യസിച്ചിരുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും അത്തരത്തിൽ വലിയ സൈനിക നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതൊരു പുതിയ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബംഗ്ലാദേശ് ഇന്ത്യ നയതന്ത്ര ബന്ധം ആടിയുലയുന്ന ഈ സാഹചര്യത്തിൽ ന്യൂസ് ഇന്ത്യ മലയാളം.